കറാട്ടെ ഒരു പ്രതിരോധ മുറയാണ്. ഒരു ശത്രു നമ്മളെ കീഴ്പ്പെടുത്താൻ വരുമ്പോൾ ഇങ്ങോട്ട് വരുന്ന പ്രഹരങ്ങളെ തടഞ്ഞ് നമ്മൾ തിരിച്ചങ്ങോട്ട് പ്രഹരിക്കുന്ന ഒരു പ്രത്യേക യുദ്ധമുറയാണ് കറാട്ടെ. കൈകൊണ്ടും കാലുകൊണ്ടും ഒക്കെയും നമുക്ക് എതിരാളിയെ തോൽപ്പിക്കാനായിട്ട് കഴിയും. കണ്ണ് ചിമ്മുന്ന വേഗത്തിലാണ് ഓരോ അടികളും നമ്മൾ ചെയ്യുന്നത്. അതാണ് കറാട്ടയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ്. മറ്റുള്ള നാടൻ തല്ല് പോലെയല്ല, വളരെ വ്യത്യസ്തമായിട്ടുള്ള നീക്കങ്ങളാണ് കറാട്ടയ്ക്ക് ഉള്ളത്. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് 17 വയസ്സുള്ള ഒരു പെൺകുട്ടി ചാലിയാർ പുഴയിൽ മരിച്ചു എന്ന് കേട്ടു. ആ പെൺകുട്ടി ഒരു ബ്ലാക്ക് ബെൽറ്റ് എടുത്ത ഒരു പെൺകുട്ടിയാണ്. പക്ഷേ ആ ബ്ലാക്ക് ബെൽറ്റ് എടുത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയെ എങ്ങനെയാണ് അവിടെ എത്തിച്ചതെന്നുള്ളത് ഇന്നും വളരെയധികം ദുരൂഹതയുള്ള ഒരു കാര്യമാണ്. കാരണം ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ ഒരു സാധ്യതയില്ല. അവരുടെ വീട്ടിൽ നല്ല സാമ്പത്തിക ചുറ്റുപാടുണ്ട്. ആ പെൺകുട്ടി പഠിക്കാൻ ബഹുമിടുക്കിയായിരുന്നു. ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ സാധ്യത വളരെ വളരെ കുറവാണ്. ഒരു കൊലപാതകം ആവാനേ സാധ്യതയുള്ളൂ. കാരണം അവർ ക്ലാസ്സിന് പോയിരിക്കുന്ന ആ സ്ഥാപനത്തിലെ അധ്യാപകൻ അനവധി പ്രാവശ്യം അവരുടെ ശരീരത്തിൻ്റെ പല ഭാഗത്ത് ബാഡ് ടച്ച് ഒക്കെ ചെയ്തിട്ട് അവർക്ക് വളരെയധികം മാനസിക ക്ഷതം സൃഷ്ടിച്ചിട്ടുണ്ട്. അത് പിന്നീട് കേസിനൊക്കെ പോകാൻ ആ സഹോദരി ശ്രമിച്ചു. പക്ഷേ അയാളുടെ ഭീഷണി കാരണം അവർ പിന്മാറുകയായിരുന്നു. അതുകൊണ്ട് അതിനകത്തുനിന്ന് ഒരു പോംവഴി അവരന്വേഷിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. ഇനി വേറെ ആരെങ്കിലും ആ മാഷിനെ അറിയുന്ന ആളുകൾ വന്നിട്ട് ഇവരെ കീഴ്പ്പെടുത്തിയതാണോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ഏതായാലും കായിക ബലം കൊണ്ട് ആ പെൺകുട്ടിയെ നേരിടാൻ ആർക്കും കഴിയില്ല. കാരണം കറാട്ടെ ബ്ലാക്ക് ബെൽറ്റ് എടുത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കായിക ബലം കൊണ്ട് കേരളത്തിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അവരുടെ കയ്യിലിരിക്കുന്ന വാച്ച് പോലും തൊടാൻ ആർക്കും കഴിയില്ല. കാരണം കറാട്ടയ്ക്ക് മുമ്പിലും പുറകിലും സൈഡിൽ നിന്നൊക്കെ വരുന്ന ഏത് പ്രഹരങ്ങളെയും അതിജീവിക്കാൻ കഴിയും. മാത്രമല്ല, കറാട്ടെ പഠിച്ചിരിക്കുന്ന ബ്ലാക്ക് ബെൽറ്റ് എടുത്തിരിക്കുന്ന ഏതൊരു ആൺകുട്ടിയും പെൺകുട്ടിയും കേരളത്തിൽ കണ്ണും ചിമ്മുന്ന വേഗത്തിൽ അവർക്ക് പ്രഹരിക്കാൻ, എതിരാളികളെ പ്രഹരിക്കാൻ അവർക്ക് കഴിയും. അതുകൊണ്ട് മറ്റേതെങ്കിലും രീതിയിൽ മയക്കമരുന്ന് കൊടുത്തിട്ടോ ഏതെങ്കിലും രീതിയിൽ മയക്കി അവരെ കീഴ്പ്പെടുത്താൻ മാത്രമേ സാധ്യതയുള്ളൂ. ഏതായാലും ഇത് വളരെയധികം ദുരൂഹത നിറഞ്ഞിട്ടുള്ള ഒരു കേസാണ്. കാരണം ഒരു അധ്യാപകൻ വിദ്യാർത്ഥിനികളുടെ ശരീരത്തിൻ്റെ പല ഭാഗത്ത് സ്പർശിക്കാനുള്ള സ്വാതന്ത്ര്യം അവരവിടെ വരുമ്പോൾ തന്നെ വാങ്ങിയെടുത്തു എന്നുള്ളത് കേരളത്തിനെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. കറാട്ടെ പഠിക്കുമ്പോൾ അങ്ങനെ ഒരു അധ്യാപകൻ ഒരിക്കലും വിദ്യാർത്ഥിനികളുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തും ടച്ച് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഓരോ നീക്കങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ചെറുതായിട്ട് ടച്ച് ചെയ്യേണ്ടി വരും. അതൊക്കെ ഗുഡ് ടച്ചാണ്. എന്നല്ലാതെ അവരുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ, പ്രത്യേകിച്ചും ലൈംഗിക അവയവങ്ങളൊന്നും തൊടേണ്ട ഒരു ആവശ്യവും ഒരു അധ്യാപകനും വരുന്നില്ല. പക്ഷേ ഈ അധ്യാപകൻ നേരത്തെ പോക്സോ കേസിൽ പിടിക്കപ്പെട്ടവനായിരുന്നു. ഒരുപാട് പെൺകുട്ടികളോട് ഇങ്ങനെ പെരുമാറി, ഒരുപാട് ആൺകുട്ടികളോടും ഇങ്ങനെ പെരുമാറി എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുകൊണ്ട് അയാളൊരു മാനസിക രോഗിയായിരുന്നു, അസാൻമാർഗിക രോഗിയായിരുന്നു. അത് തിരിച്ചറിയാൻ ഈ പെൺകുട്ടിയും അവരുടെ വീട്ടുകാർ ഒരുപാട് വൈകിപ്പോയി. ഏതായാലും കേരളത്തിനെ ഞെട്ടിക്കുന്ന ഒരു ഭയാനകമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഈ 17 വയസ്സുള്ള പെൺകുട്ടിയുടെ മരണം.